ഇറാന്റെ കപ്പൽ പിടിച്ചെടുത്തതിന് തിരിച്ചടിയായി 6-ലധികം അമേരിക്കൻ യുദ്ധക്കപ്പലുകളിലേക്ക് തീമയ വർഷിച്ച് ഇറാൻ പ്രതികാരം വീട്ടി എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. പറയുന്ന കാര്യം, ശക്തമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ അമേരിക്കക്ക് നൽകിയിട്ടുണ്ട്. തങ്ങളുടെ വാണിജ്യ കപ്പലോ യാത്രാ കപ്പലോ പെട്രോളിയം നിറച്ച കപ്പലുകളോ ഏത് തരത്തിലൊരു കപ്പലാണെങ്കിലും ഹോർമുസ് കടൽ കടന്നുകൊണ്ടോ ഒമാന്റെ തീരത്തോ മറ്റ് അറേബ്യൻ കടലിന്റെ ഭാഗങ്ങളിലോ തടയുകയോ അവർക്ക് യാത്രാ സംബന്ധമായിരിക്കുന്ന പ്രശ്നത്തിന് ഏതെങ്കിലും തരത്തിൽ വിഘാതമുണ്ടാക്കുകയോ ചെയ്താൽ മാരകമായിരിക്കുന്ന തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് മുന്നറിയിപ്പ് നൽകുകയും വളരെ പെട്ടെന്ന് തന്നെ കപ്പൽ വിട്ടയക്കണം എന്ന് ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് കൃത്യമായിരിക്കുന്ന ഒരു സമയപരിധി നിശ്ചയിച്ചു. ആ സമയപരിധിയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇറാൻ അറിയിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിവരം. ഉണ്ടെന്നോ ഇല്ലെന്നോ, വിട്ടുകൊടുക്കുന്നോ ഇല്ല എന്നോ പറഞ്ഞിട്ടില്ല. അത് നിഷേധമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണങ്ങൾ നടന്നു. ചില ഭാഗങ്ങളിൽ ഈ കപ്പലിന്റെ ചില ഭാഗത്ത് തീപിടുത്തം ഉണ്ടായിരിക്കുന്ന വിവരങ്ങൾ അമേരിക്ക സ്ഥിരീകരിച്ചു. എന്നാൽ അത് ഇറാന്റെ ആക്രമണം കൊണ്ടാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ശക്തമായിരിക്കുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിക്കാതെ അമേരിക്കയുടെ വ്യോമസംഘം വീർപ്പ് മുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ആ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നിരന്തരമുള്ള മിസൈലിൻ്റെ പ്രവാഹം അമേരിക്കയുടെ കപ്പലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങളുമായിട്ട്, അതായത് അമേരിക്കയുമായിട്ട് ഒരു തരത്തിലുള്ള ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം നിലവിലെ സാഹചര്യത്തിൽ നിലനിൽക്കില്ല. ഒരു ഭാഗത്ത് സമാധാനം പറയും, മറ്റൊരു ഭാഗത്ത് രൂക്ഷമായിരിക്കുന്ന യുദ്ധം ചെയ്യും. വേറൊരു ഭാഗത്താണെങ്കിൽ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് അവർക്ക് എന്താണോ തോന്നുന്നത് ആ പ്രവൃത്തികൾ ചെയ്യും. 14 ദിവസത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു തരത്തിലും അക്രമമോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഉണ്ടാകില്ലെന്ന് അമേരിക്ക കരാർ വ്യവസ്ഥ പ്രകാരം പറഞ്ഞതാണ്. അതോടനുബന്ധിച്ച് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇറാന്റെ കപ്പലിന് നേരെ ആക്രമണം നടത്തി എന്ന് മാത്രമല്ല, കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ്. പിന്നീട് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളെയുമായിട്ട് പാകിസ്ഥാനിലെത്തിയിട്ട് വീണ്ടും ചർച്ച ചെയ്യണം എന്ന് പറയുന്നത് അസംബന്ധമാണ്. അത്തരം ഒരു നാണം കെട്ട പ്രവൃത്തിക്ക് തങ്ങളില്ല എന്ന് തന്നെ കൃത്യമായ രീതിയിൽ ഇറാൻ പറയുകയും ചെയ്തു. അപ്പോൾ മേഖല ഒന്നുകൂടി പ്രക്ഷുബ്ധമാവുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയവും ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യങ്ങൾക്കുള്ള കാരണവും 100% അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ പിരിവ് വാങ്ങുകയോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തടസ്സങ്ങൾ ഉണ്ടാക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അമേരിക്ക തങ്ങളെ ആക്രമിക്കുകയും വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയും പ്രയാസവും ഉണ്ടാക്കുകയും ചെയ്യുന്ന സമയത്ത് തങ്ങളെ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് എല്ലാ രാജ്യവും ചെയ്യുന്ന പോലെ തങ്ങളും ചെയ്യുന്നുണ്ട്. ഇനി മുന്നോട്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് കപ്പലുകൾ പോവുകയാണെങ്കിലും നിശ്ചിതമായിരിക്കുന്ന പണം തങ്ങൾക്ക് നൽകിയേ പറ്റൂ എന്നുള്ള കാര്യം കണിശമായി തന്നെ ഇറാൻ പറയുകയും ചെയ്തു. ഈ മേഖല പൂർണ്ണമായി സ്വാതന്ത്ര്യമാക്കുക, അല്ലെങ്കിൽ ഇറാന്റെ സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിപ്പിക്കുക, അതൊന്നും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആവാത്തൊരു കാര്യമാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് അതിശക്തമായിരിക്കുന്ന ലോകത്തെ കെട്ടപിടിക്കാൻ പാകത്തിലുള്ള സൈനിക ബലമുള്ള ശേഷിയുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ അമേരിക്കയുമായിട്ടോ ഇസ്രായേലുമായിട്ടോ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഒരു പ്രയാസകരമായിരിക്കുന്ന കാര്യമല്ല. അതിൻ്റെ കാര്യം കൂടി വിശദീകരിച്ച് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ കൃത്യമായിരിക്കുന്ന ശത്രുവിനെ കണ്ടുകൊണ്ട് തന്നെയാണ് സൈനിക ബലവും അതേപോലെ തന്നെ ആയുധ ബലവും ഞങ്ങൾ ഉണ്ടാക്കുന്നത്. കൃത്യമായിരിക്കുന്ന ശത്രു എന്ന് പറഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയും തന്നെയാണ്. അതുകൊണ്ട് അവരുടെ സൈനിക ശക്തി, അവരുടേതായിരിക്കുന്ന ബലങ്ങൾ, അവരുടേതായിരിക്കുന്ന ആക്രമണ രീതികൾ, ഇതൊന്നും പ്രത്യേകമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് തങ്ങളെ ഭയപ്പെടുത്തേണ്ട യാതൊരു വിഷയവുമില്ല എന്നുകൂടി ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. എന്നാൽ മേഖല സംഘർഷാവസ്ഥയിലൂടെ നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസം അറേബ്യൻ രാജ്യങ്ങൾ അടക്കമുണ്ട് എന്നതിനാൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി വീണ്ടും സമീപിക്കണമെന്ന് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ, സൗദി അറേബ്യയും ഈജിപ്തും തുർക്കിയും
വീണ്ടും പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ 3 രാജ്യങ്ങളുമായി പാകിസ്ഥാന് നയതന്ത്ര ബന്ധമുണ്ട്, സൗഹൃദ ബന്ധമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ അടിയന്തരമായ രീതിയിൽ ഇടപെടണമെന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നുമാണ് സൗദി അറേബ്യ പറഞ്ഞത്. പ്രശ്നങ്ങൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീർ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ടെലിഫോൺ സംഭാഷണത്തിലൂടെ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം അവർ പറയുന്നത്, നിങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഈ പ്രത്യേകമായിരിക്കുന്ന ഉപരോധം മൂലമാണ് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ആയതിനാൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ട്രംപിനോട് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് മേഖല സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നത്. ആ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്യണം എന്ന് പറയുകയും പരിശോധിക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇറാൻ അതിന് പറയുന്ന മറുപടി, നിങ്ങൾ പരിശോധിച്ചു അല്ലെ പരിശോധിച്ചിട്ടില്ല, അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം കൃത്യവും വ്യക്തവുമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളുണ്ട്. ആ നിലപാടിനും നയങ്ങളും അനുസരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം, അതായത് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത് അമേരിക്കയിലേക്ക് അവിടെ എന്താണ് റോൾ എന്നാണ് ചോദിക്കുന്നത്. അമേരിക്കയുടെ ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടതല്ല. മറ്റുള്ള രാജ്യങ്ങളുടെ മേലെ ആധിപത്യം ഉണ്ടാക്കിക്കൊണ്ട് അവരുടേതായിരിക്കുന്ന അവകാശം സ്ഥാപിച്ചു വെക്കുക, അല്ലെങ്കിൽ അവരുടേതായിരിക്കുന്ന സർവാധിപത്യം ഉണ്ടാക്കുക എന്നുള്ളത് അതൊക്കെ പൗരാണിക കാലത്ത് നടക്കുകയാണ്, ഇപ്പോൾ നടക്കുന്നില്ല. യുദ്ധമാണെങ്കിൽ യുദ്ധത്തിന് തയ്യാറാണ് എന്ന തരത്തിലാണ്. 22-ാം തീയതിയാണ് കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിക്കുന്നത്. അതിന് മുൻപ് തീരുമാനമായിട്ടില്ലെങ്കിൽ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അതിന് ഇറാൻ്റെ മറുപടി, അത് എല്ലാ പ്രാവശ്യവും എല്ലാ തരത്തിലും വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കനമുള്ള വാക്കുകൾ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഇറാൻ്റെ പേരിൽ ഒട്ടിച്ചു വെക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ചെയ്തതാണ്. ഞങ്ങളതൊന്നും വലിയ വില കണക്കാക്കുന്നില്ല. കത്തിച്ച് കളിയും പൊടിച്ച് കളിയും ഭരണം അട്ടിമറിക്കും, പുതിയ സംവിധാനങ്ങൾ വരും. അങ്ങനെ പുതിയ കനമുള്ള വാക്കുകൾ ഡിക്ഷണറി നോക്കി തെരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് അത് ഇങ്ങനെ ഇറാനോട് കൂടി ചേർത്തും കഴിഞ്ഞിട്ട് പറയുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതല്ലാത്ത രീതിയിൽ പ്രവൃത്തിയിലേക്ക് നീങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്തു കൂട്ടാൻ വേണ്ടി ട്രംപിന് സാധിക്കും എന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ സംസാരിക്കുന്നു. അപ്പോൾ ഇറാനോട് ഈ വിഷയത്തിൽ ഇളവ് നൽകാൻ വേണ്ടിയിട്ട് ചില രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇളവ് എന്ന് പറഞ്ഞാൽ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സ്വതന്ത്രമായിരിക്കുന്ന പാതയാക്കി മാറ്റുക, അതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും പോംവഴികൾ ചെയ്യാൻ പറ്റുമോ എന്ന് ഇറാനോട് ചോദിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഹോർമുസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആണവായുധമാണ് എന്നാണ് ഇറാനിന് മറുപടി പറഞ്ഞത്. പ്രഹരശേഷിയുള്ള ആണവായുധത്തിന് തത്തുല്യമായിരിക്കുന്ന ഈ ആയുധമാണ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട ഹോർമുസ് എന്ന് പറയുന്ന കടൽപ്പാത. അത് വെച്ചിട്ടാണ് ലോകത്താകമാനമുള്ള സാമ്പത്തിക മേഖലയെ ഇളക്കി മറിക്കാൻ വേണ്ടി സാധിച്ചത്. അത് വളരെ സിമ്പിളായ രീതിയിൽ ഒരു വിഷയമില്ലാത്ത രീതിയിൽ വിട്ടു നൽകുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് മറുപടി പറഞ്ഞത്. കാര്യം എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ വർഷത്തിലേക്ക് ഇറാൻ അതിന് ഉദാഹരണം പറയുന്നുണ്ട്. 5-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് സാമ്പത്തികപരമായിരിക്കുന്ന പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. മാത്രമല്ല റഷ്യ എന്ന് പറഞ്ഞാൽ വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ്. ഉക്രൈൻ സൈനിക ശക്തിയിൽ കുറവാണെങ്കിൽ പോലും അവരെ സഹായിക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളിലും അതേപോലെ തന്നെ അമേരിക്കയും ഫുൾ ടൈം തയ്യാറായി കണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 2 വലിയ സംവിധാനങ്ങൾ ഏറ്റുമുട്ടിയിട്ട് പോലും യഥാർത്ഥത്തിൽ ലോകത്തെ ഒരു രാജ്യത്തെയും ഇത് സാരമായിട്ട് ബാധിച്ചിട്ടില്ല. സാമ്പത്തിക മേഖലയോ പെട്രോളിയം മേഖലയോ അതേപോലെ തന്നെ മറ്റേതെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലോ ഇത് ബാധിക്കപ്പെട്ടിട്ടേ ഇല്ല. എന്നാൽ ഇറാനെ തൊട്ടതോടുകൂടി അത് ലോകത്തെ എല്ലാ രാജ്യത്തെയും സാരമായിട്ട് ബാധിച്ചു എന്ന് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം തങ്ങളുടെ കൈവശത്തിൽ ഈ പറയപ്പെട്ട ഹോർമുസ് കടൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഹോർമുസ് കടൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. തങ്ങളത് ഒഴിവാക്കി തരുന്നില്ല, അതങ്ങനെ നിലനിർത്തുക തന്നെ ചെയ്യും എന്ന് മാത്രമല്ല, വിജയം വരെ ഹോർമുസ് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും വിജയത്തിന് ശേഷം അതിലൂടെ ഏത് കപ്പലുകൾ എങ്ങനെയൊക്കെ പോകണം എന്ന കാര്യത്തിൽ ഞങ്ങൾ ചില തീരുമാനമെടുക്കുകയും ചെയ്യും. ആ തീരുമാനമായിരിക്കും ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ വാക്കായിട്ട് നിലനിൽക്കുക എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പറഞ്ഞിരിക്കുകയാണ്.